സൺറൈസ് വാലിയിലെ കൂടുതൽ തെരച്ചിലിലേക്ക് ഹെലികോപ്റ്റർ ഇപ്പോൾ ലാൻഡ് ചെയ്തു. അവിടെ കൽപ്പറ്റ SKM സ്കൂളിലാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. ഇന്നലെ വന്നത് SKMJ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ലാൻഡ് ചെയ്തത്. ഇപ്പോൾ ദൗത്യസംഘം ഹെലികോപ്റ്ററിലേക്ക് കയറി കഴിഞ്ഞു. റോഷിപാൽ അവിടെയുണ്ട്. റോഷിപാൽ, കടാവർ നായ്ക്കളെ അടക്കം ഉള്ളിൽ കയറ്റിയോ? അക്ബർ, ഈ കാണുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ, ആ ഹെലികോപ്റ്ററിൽ കെഡാവർ ഡോഗ്, മീററ്റിൽ നിന്നും എത്തിയ ഇന്ത്യൻ ആർമിയുടെ കെഡാവർ ഡോഗ് മോനിയുമായിട്ടാണ് ഇപ്പോൾ ദൗത്യസംഘം സൺറൈസ് വാലിയിലേക്ക് തിരിക്കുന്നത്. ഇന്നലെ സമാനമായി തന്നെയാണ്, പക്ഷേ ഇന്നലെ കെഡാവർ ഡോഗ് ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഇന്ന് ഈ മണ്ണ് മാന്താനുള്ള കൂടുതൽ കാര്യങ്ങളുമായി ഈ പിക്കാസ് ഉൾപ്പെടെയുള്ള പിക്കാസ് അടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ മണ്ണ് പുതഞ്ഞു കിടക്കുന്നുണ്ട്, ചെളിയുണ്ട്, അവിടെ ദുർഗന്ധമുണ്ട്. അതുകൊണ്ട് കൂടുതൽ തിരച്ചിൽ, ഒരു സമഗ്രമായ തിരച്ചിലിനാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യ സംഘം ഇപ്പോൾ തിരിക്കുന്നു. 6 അംഗ സംഘമാണ്. ഈ 6 അംഗ സംഘത്തിനൊപ്പം കെഡാവർ ഡോഗും കൂടെ പോകുന്നു. കെഡാവർ ഡോഗിന്റെ സഹായം ആവശ്യമാണെന്ന് ഇന്നലെ അവിടെ പരിശോധനയ്ക്ക് പോയ സംഘം അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതും. ഇതാ അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ കൽപ്പറ്റ SKMGHS മൈതാനിയിൽ നിന്നും പറക്കും. ആദ്യത്തെ സംഘവുമായി അതിസാഹസികമായിട്ടാണ് അവിടെ തെരച്ചിൽ നടത്തുക. കാരണം അവിടെ ഇറങ്ങിയാൽ തിരിച്ചു കയറാൻ പോലും പറ്റാത്ത ഒരു മേഖലയാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെയാണ്. അവിടെ നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോയിരുന്നു. എളുപ്പമല്ല അവിടെ തെരച്ചിൽ. വന്യമൃഗ ശല്യമുണ്ട്. കാരണം ഈ പ്രദേശവാസികളായ 2 ആർമി ഉദ്യോഗസ്ഥർ കൂടി ഇന്ന് ഈ ഹെലികോപ്റ്ററിൽ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. അല്പം മുമ്പ് നമ്മൾ അതിൽ ഒരാളുടെ പ്രതികരണം എടുത്തതാണ്. അവർ ഒരു തവണ അവിടെ പോയിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെയൊന്നും മൃതദേഹം കിട്ടിയിരുന്നു. കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടെന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. ഇന്നലെ പരിശോധിച്ചപ്പോഴും ദുർഗന്ധമുണ്ട് എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചത്. ഏതായാലും ആ മേഖലയിൽ വളരെ വിശദമായ ഒരു തെരച്ചിലിനാണ് ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിലെടുത്ത തീരുമാനവും. ഇന്ന് അതുകൊണ്ടാണ് നേരത്തെ തന്നെ സൺറൈസ് വാലിയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചതും. ആദ്യ സംഘത്തെ 6 അംഗ സംഘത്തെ അവിടെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ ഈ മൈതാനിയിലേക്ക് എത്തി രണ്ടാമത്തെ സംഘത്തെ 6 അംഗ സംഘവുമായി അങ്ങോട്ടേക്ക് തിരിക്കും. ഇന്ന് പരമാവധി സമയം അവിടെ തെരച്ചിൽ നടത്തും. വൈകിട്ട് 4:30 വരെയാണ് തെരച്ചിൽ. പകൽ വെളിച്ചത്തിൽ മാത്രമാണ് ഇതാ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ആദ്യ സംഘവുമായി 6 അംഗ സംഘവുമായി കെഡാവർ ഡോഗ് ഉൾപ്പെടെയുള്ള ആ സംഘവുമായി അങ്ങോട്ടേക്ക് സൺറൈസ് വാലിയിലേക്ക് തിരിക്കുകയാണ്. പരമാവധി 10 മിനിറ്റ് കൊണ്ട് ഇവർക്ക് സൺറൈസ് വാലിയിൽ എത്തിച്ചേരാൻ പറ്റും. അവിടെ ഒരു തുരുത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലിൽ. ആ തുരുത്തിലാണ് ഇവരെ എയർ ഡ്രോപ്പ് ചെയ്യുക. ബക്കറ്റിലാണ് എയർ ഡ്രോപ്പ് നടക്കുക. മല ഇടുക്കാണ്. 2 ഭാഗത്തും വലിയ പാറകളാണ്. അതിനിടയിലൂടെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നിട്ടാണ് അവിടെ ഇവരെ എയർ ഡ്രോപ്പ് ചെയ്യുന്നത്. ഈ തരത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ മോഡലുള്ള ഹെലികോപ്റ്റർ മാത്രമേ, ആ തരത്തിലുള്ള ഹെലികോപ്റ്റർ മാത്രമേ അവിടെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. വലിയ പരിശീലനം ലഭിച്ച പൈലറ്റുമാർക്ക് മാത്രമേ അവിടേക്ക് ഹെലികോപ്റ്ററുകൾ പറത്താൻ കഴിയുകയുള്ളൂ എന്ന് ഇന്നലെ ADGP ഈ ഹെലികോപ്റ്ററിൽ അവിടെ നിരീക്ഷണം നടത്താൻ പോയപ്പോൾ പറഞ്ഞത്. കാരണം നേരെ മലയിടുക്കിലേക്ക് താഴ്ത്തണം ഈ ഹെലികോപ്റ്റർ, എങ്കിൽ മാത്രമേ അവിടെ. റോഷിപാലിടയ്ക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിപ്പോൾ 6 പേരടങ്ങുന്ന സംഘമാണ് തെരച്ചിലിന് വേണ്ടി സൺറൈസ് വാലിയിലേക്ക് ഹെലികോപ്റ്ററിൽ പോയിരിക്കുന്നത്. ഇന്നലെ 12 പേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആർമിയുടെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെയും അംഗങ്ങൾ. ഇന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഈ തെരച്ചിൽ സംഘത്തിലില്ലേ? അരുൺകുമാർ, 12 അംഗ സംഘമാണ് പോകുന്നത്. പക്ഷേ 6 പേരെ വെച്ചാണ് സംഘം പോവുക. ഇന്നലെയും സമാനമായി തന്നെ ഇപ്പോൾ 6 അംഗ സംഘം, ഒപ്പം കെഡാവർ ഡോഗ് മോനിയുമുണ്ട്. അതിനുശേഷം ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുന്ന 6 പേരുണ്ട്. ആ 6 പേർ കൂടി പോകും. ഇതിലും SOG സംഘമുണ്ട്. 4 SOG കമാൻഡോ, ഒപ്പം ആർമിയുടെ 6 പേരും 2 ഫോറസ്റ്റ് ഓഫീസർമാരുമാണ്. ആദ്യ റൗണ്ടിൽ തന്നെ 2 ഫോറസ്റ്റ് ഓഫീസർമാർ പോയിട്ടുണ്ട്. ആർമിയിലെ കമാൻഡേഴ്സും പോയി. ഇനി SOG കമാൻഡോ, ഒപ്പം അവരാണ് ഇനി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇവരെ അവിടെ എയർ ഡ്രോപ്പ് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ പരമാവധി 10-15 മിനിറ്റിനകം തന്നെ ഈ ഹെലികോപ്റ്റർ ഇവിടെ തിരിച്ചെത്തി രണ്ടാമത്തെ സംഘവുമായി അങ്ങോട്ടേക്ക് പോകും. 12 അംഗ സംഘം തന്നെയാണ് ഇന്ന്. ഒപ്പം ഇന്ന് അത്തെ പ്രത്യേകത കെഡാവർ ഡോഗിന്റെ സഹായമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേക പരിശീലനം ലഭിച്ച ആർമിയുടെ മീററ്റിൽ നിന്നെത്തിയ കെഡാവർ ഡോഗ് മോനിയാണ് ഇന്ന് ദൗത്യ സംഘത്തിന്റെ ഭാഗമാകുന്നത്. ഇപ്പോൾ ഈ ആർമിയുടെ ഉദ്യോഗസ്ഥന്മാർ ഈ അങ്ങോട്ടേക്ക് പോകുന്ന ഈ സംഘത്തിന് അവർക്ക് ചില കാര്യങ്ങൾ, അവർക്ക് ഇന്നലെയുള്ള ആർമി സംഘമല്ല ഇന്ന് സംഘം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ സാഹചര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളുമാണ് നൽകുന്നത്.
നൽകുന്നത്. അതാണ് ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ്. ആർമിയിലെ ഉദ്യോഗസ്ഥന്മാരാണ്, ലഫ്റ്റനന്റ് കേണൽ ഋഷി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആണ് സംസാരിക്കുന്നത്. മലയാളിയാണ്, ആലപ്പുഴ സ്വദേശി കൂടിയാണ്. ഈ സാധാരണ റോഷിപാൽ എത്ര സമയം എടുക്കും കൽപ്പറ്റയിൽ നിന്ന് ഈ സൺറൈസ് വാലിയിലേക്ക് ഹെലികോപ്റ്റർ പോയി തിരിച്ചു വരാൻ? പരമാവധി 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് അവിടെ അവർക്ക് എയർ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചെത്താൻ കഴിയും എന്നാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. ഇന്നലെ കാലാവസ്ഥ കുറച്ച് പ്രതികൂലമായിരുന്നു, എന്നിട്ട് പോലും അങ്ങനെ ഒരു 25 മിനിറ്റിനകം തന്നെ അവർക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ ADGP ആണ് അത് വിശദമായി സംസാരിച്ചത്. ഇന്നലെ വൈകിട്ടോടെ ADGP അവിടെ ഒരു നിരീക്ഷണത്തിന് പോയിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ പാറയിടുക്കാണ് വലിയ അപകടം പിടിച്ച രീതിയിലാണ് എയർ ഡ്രോപ്പ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് ഒരു പക്ഷേ ഈ SOG സംഘം നമ്മളുൾപ്പെടെയുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകരെ ഈ മേഖലയിൽ കാട്ടിലേക്ക്, ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റിലേക്ക് അത് ഹെലികോപ്റ്റർ മാർഗമല്ല, അല്ലാതെ കാൽനടയായി ഒരു 5 കിലോമീറ്റർ പരിശോധനയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകും. ആ മേഖലയിൽ തീർച്ചയായിട്ടും സുരക്ഷിതമായി പോവുക.